ജനുവരി നെറ്റ് എക്സാമിങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പരീക്ഷ നമ്മൾ കടന്നുപോയി. ഇനി 7-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 6 മാസം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷന് ശേഷം നമ്മൾ പരീക്ഷയെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനിടയിൽ റീ എക്സാം നടന്നു. നമ്മുടെ പ്രിപ്പറേഷനിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. എങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 7-ാം തീയതി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വർഷങ്ങളും, എല്ലാ ഇമ്പോർട്ടൻ്റ് ഇയേഴ്സും, ഇമ്പോർട്ടൻ്റ് കാലഘട്ടങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ഓതേഴ്സിൻ്റെ, ഇമ്പോർട്ടൻ്റ് വർക്ക്സിൻ്റെ ക്രൊണോളജി മനസ്സിലാക്കി വയ്ക്കുക. അവാർഡുകളുടെ ക്രൊണോളജി ഓർത്തു വയ്ക്കുക. ഓതേഴ്സിൻ്റെ ജനനവർഷത്തിൻ്റെയും മരണവർഷത്തിൻ്റെയും ക്രൊണോളജി മനസ്സിലാക്കി വയ്ക്കുക. ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ഷുവർ ഷോട്ടാണ്. ബാക്കി ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാലഘട്ടങ്ങളെയും പറ്റിയുള്ള ഒരു അവബോധം, ആ കാലഘട്ടത്തിൻ്റെ തീംസിനെ പറ്റിയുള്ള അവബോധം, എല്ലാ കാലഘട്ടങ്ങളെയും എറകളായിട്ട് തിരിച്ചുകൊണ്ട് ആ എറകളിലെ ഓതേഴ്സിനെ പറ്റിയുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ, അവരുടെ വർക്കുകൾ, അവരുടെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉറപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തും റീകളക്ട് ചെയ്തും നിങ്ങളുടെ ഇത്രയും കാലത്തെ പ്രിപ്പറേഷനിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധ ചെലുത്തി ഒന്ന് ലാസ്റ്റ് ലാബ് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ 7-ാം തീയതി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നെറ്റ് ഹോൾഡേഴ്സ് ആയിരിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടി നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഈ വരുന്ന 7-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആസ്പിരൻസിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.